ഹായ് വെൽക്കം ടു സ്മാർട്ട് ലേണിംഗ് ഹബ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് പെരിമീറ്റർ ആണ്. അപ്പോൾ പെരിമീറ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പെരിമീറ്റർ എന്താണ്? പെരിമീറ്ററിൽ ഒന്ന് രണ്ട് സ്ക്വയർ, ചതുരം, സമചതുരം എന്നിവയിലെ പെരിമീറ്റർ എന്താണ്, ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പെരിമീറ്റർ? പെരിമീറ്റർ എന്നുള്ളത് എന്താണെന്നുള്ളതാണ്, അതായത് നമ്മുടെ ചുറ്റളവ്. അതായത് ഇപ്പോൾ ഇതൊരു ബോക്സാണ്. ഈ ഒരു ബോക്സിൻ്റെ ഷേപ്പ് എന്താണ് മക്കളെ? ഈ ഒരു ബോക്സിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിളാണ്. ഈ റെക്റ്റാങ്കിളിന് എന്താണുള്ളത്? ലെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ ബ്രെഡ്ത്ത് ഉണ്ട്. ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട്. അപ്പം ഈ ലെങ്ത്തും ബ്രെഡ്ത്തും, ഈ ലെങ്ത്ത് എത്ര എണ്ണം ഉണ്ട്? ഇവിടെയും ഒരു ലെങ്ത്ത് ഉണ്ട്, താഴെയും ഒരു ലെങ്ത്ത് ഉണ്ട്. ബ്രെഡ്ത്തോ? രണ്ടെണ്ണം ഉണ്ട്, ഇവിടെയും ഒരു ബ്രെഡ്ത്ത് ഉണ്ട്. അപ്പം നമ്മൾ ഈ ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും എൽ എന്നുള്ളത് ലെങ്ത്തും ബ്രെഡ്ത്ത് എന്നുള്ളതിന് ബി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഇവിടെ രണ്ട് ലെങ്ത്ത് ഉണ്ട്, രണ്ട് ബ്രെഡ്ത്ത് ഉണ്ട്. അപ്പം നമുക്ക് ഈ ചുറ്റളവ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് പെരിമീറ്റർ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ കിട്ടും. അതായത് എൽ പ്ലസ്, നമുക്കിതിന് ഓരോന്നിനും ഓരോ നെയിം ഇടാം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടും. L1, L2, B1, B2 എന്നിടാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ആഡ് ചെയ്യാം. L1 പ്ലസ് L2 പ്ലസ് B1 പ്ലസ് B2, ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ കിട്ടുന്നത്. ഈ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ കിട്ടാനായിട്ട് ഈ ചുറ്റിനുമുള്ളതെല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിന് നമ്മൾ അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫോർമുല കണ്ടെത്തി. അതായത് നമുക്കിവിടെ എത്ര എൽ ഉണ്ട്? 2L ഉണ്ട് അല്ലേ? എൽ എന്ന് പറയുന്നത് 2L പ്ലസ് ബി എന്ന് പറയുന്നത് L1 പ്ലസ്, അതായത് L1 പ്ലസ് B1 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, L1 പ്ലസ് B1. പിന്നെയുണ്ട് അല്ലേ? പിന്നെയുണ്ട് എന്താ ഉള്ളത്? L2 പ്ലസ് B2, L2 പ്ലസ് B2. അങ്ങനെ എത്ര L ഉണ്ട്, എത്ര B ഉണ്ട്? 2L ഉണ്ട്, 2B ഉണ്ട്. അതിന് നമുക്ക് L പ്ലസ് B, അത് എത്ര ടൈംസാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? 2 ടൈംസ്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ എന്നുള്ളതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 2 ഇൻറ്റു L പ്ലസ് ബി എന്നുള്ളതാണ്. അപ്പം എന്താണ് പെരിമീറ്ററിൻ്റെ ഫോർമുല? നിങ്ങളൊന്ന് പറഞ്ഞു മക്കളെ. 2 ഇൻറ്റു L പ്ലസ് ബി, പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ ടു, പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു L പ്ലസ് ബി, അതായത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബി. ഇപ്പോൾ ലെങ്ത്തിനൊരു മെഷർമെൻറ്റ് ഉണ്ടാകും, ബ്രെഡ്ത്തിനൊരു മെഷർമെൻറ്റ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ എൽ എന്ന് പറയുന്നതിന് ചിലപ്പോൾ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും, ബി എന്ന് പറയുന്നത് ചിലപ്പോൾ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 ഫോർമുലയിൽ അത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. 2 ഇൻറ്റു ഈ 2 ആണ് ഞാൻ എടുത്ത് എഴുതിയിരിക്കുന്നത്. ഈ 2 ഇൻറ്റു എൽ എന്താണ് ഇവിടെ? 5 പ്ലസ് ബി എന്താണ്? 2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബ്രാക്കറ്റിലുള്ളത് ആദ്യം തന്നെ നമ്മൾ ചെയ്യണം. ബ്രാക്കറ്റിൽ എന്താണോ കാൽക്കുലേഷൻ ഉള്ളത് അതാദ്യം ചെയ്യണം. അപ്പോൾ അത് എടുക്കാം. അതിൽ നമുക്ക് 5 പ്ലസ് 2 ആണ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്. 5 പ്ലസ് 2 ആണ്, അത് 7 ആണ്. ഞാനിവിടെ മുകളിൽ എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് മുന്നായിട്ട് എന്തുണ്ട്? 2 ഉണ്ടല്ലേ? അപ്പോൾ 2 ഇൻറ്റു 7 വിച്ച് ഈസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു റെക്റ്റാങ്കിളുടെ പെരിമീറ്റർ. അടുത്ത് നമുക്ക്
പോകുന്നത് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ആണ്. സ്ക്വയർ അറിയാലോ, അതിൻ്റെ 4 സൈഡ്സും സ്ക്വയറിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആണ്. നമുക്ക് റെക്റ്റാങ്കിളിനൊരു പ്രത്യേകതയുണ്ട്. ഇത് റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ. അതായത് L1ഉം L2ഉം ഈക്വൽ ആയിരിക്കും. അതിൻ്റെ സൈഡ്സ് മെഷർമെൻറ്റ് ഈക്വൽ ആയിരിക്കും. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് B1ഉം B2ഉം ഈക്വൽ ആയിരിക്കും. പക്ഷേ നമ്മുടെ സ്ക്വയറിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയായിരിക്കും? 4 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ട് അല്ലേ? അപ്പം അതിൽ A1, A2, A3, A4 ഇങ്ങനെ 4 സൈഡ്സും അതിൻ്റെ മെഷർമെൻറ്റ് ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ A1 ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ A2 ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആയിരിക്കും, A3 ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആയിരിക്കും, A4 ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു പെരിമീറ്റർ കാണാനായിട്ട് ജസ്റ്റ് ആ ഒരു ചുറ്റളവ് പെരിമീറ്റർ, ആ ചുറ്റിനും ഉള്ള മെഷർമെൻറ്റ്സ് ആഡ് ചെയ്താൽ മതി. അതായത് ഇവിടെ തന്നിരിക്കുന്ന A1ഉം A2ഉം A3യും A4ഉം ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ മതി. A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4. അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സ് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് എത്ര സൈഡ്സ് ഉണ്ട് നമുക്ക് ഈ ഒരു സ്ക്വയറിന്? 4 സൈഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 4 ഇൻറ്റു സൈഡ് എന്നുള്ളതിന് പകരം നമുക്ക് A എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ചിലവർക്ക് പഠിക്കാനുള്ളത് S എന്നായിരിക്കും. അതായത് തന്നിരിക്കുന്ന മെഷർമെൻറ്റ് എന്താണോ, ആ സൈഡിന് എന്ത് മെഷർമെൻ്റ് ആണോ അതാണ് അവിടെ എഴുതേണ്ടത്. അതായത് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു A, ദാറ്റ് ഈസ് ഈക്വൽ ടു 4A. ഇതാണ് നമ്മുടെ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. ഞാൻ ഒന്നും കൂടി ഒന്ന് തെളിച്ചത്തിൽ എഴുതാം. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4A അഥവാ 4S. പലർക്കും പല രീതിയിലായിരിക്കും പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിളും പഠിച്ചു, പെരിമീറ്റർ ഓഫ് എ സ്ക്വയറും പഠിച്ചു. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്തായിരുന്നു? 2 ഇൻറ്റു L പ്ലസ് E. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്താണ്? 4A. അതായത് എക്ക് പകരം നമ്മളിവിടെ എന്ത് മെഷർമെൻ്റ് ആണോ, ഇവിടെ ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എല്ലായിടത്തും 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 4 ഇൻറ്റു 6 വിച്ച് ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്ററിൻ്റെ മെഷർമെൻറ്റ്. ഏത് യൂണിറ്റ് ആണോ തന്നിരിക്കുന്നത് ആ യൂണിറ്റ് തന്നെ യൂസ് ചെയ്യാം. അതായത് ചിലപ്പോൾ ഓരോ മെഷർമെൻറ്റും ചിലപ്പോൾ മീറ്ററിലായിരിക്കും, ചിലപ്പോൾ കിലോമീറ്ററിലായിരിക്കും, ചിലപ്പോൾ സെൻറ്റിമീറ്ററിലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഏത് യൂണിറ്റ് ആണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ പെരിമീറ്ററിൻ്റെ കണ്ടു കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഏത് യൂണിറ്റ് ആണോ അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പെരിമീറ്റർ ഓഫ് എ സ്ക്വയറും പഠിച്ചു, പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിളും പഠിച്ചു. ഈ ഫോർമുല നന്നായി പഠിച്ചു വെക്കാം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സസ് വരുമ്പോൾ നിങ്ങൾക്കതിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.